2006 മുതൽ 2021 വരെ പീരുമേട് നിയോജക മണ്ഡലത്തെ പ്രതികരിച്ചത് CPIയുടെ ES ബിജിമോളായിരുന്നു. ബിജിമോൾക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ലഭിക്കാതിരുന്നതിനെ ചൊല്ലി അന്നേരം കൃത്യമായി അവർ പറഞ്ഞത് തനിക്ക് പാർട്ടിയിൽ ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടായിരുന്നു തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാതിരുന്നത്. നമുക്കറിയാം, ചിഞ്ചുറാണി എന്ന ചടയമംഗലത്തെ നിലവിലെ MLA അവർ ജയിച്ച ഉടനെ തന്നെ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ES ബിജിമോൾ അഭിപ്രായം പറഞ്ഞു. ഏതായാലും ബിജിമോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തനിക്ക് CPI അർഹിക്കുന്ന പരിഗണന തന്നില്ല, മാത്രമല്ല വീണ്ടും മത്സരിക്കാനുള്ള അവസരവും തന്നില്ല. പീരുമേട് താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ മറവിൽ മാത്രമാണ് വാഴൂർ സോമൻ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ആ പാർട്ടിയുടെ സംവിധാനങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. തുടർച്ചയായി മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് ഒരു കുറ്റമൊന്നുമല്ലല്ലോ എന്നതാണ് ബിജിമോൾ പറയുന്നത്. CPI എല്ലാവർക്കും അവസരം കൊടുക്കും എന്നൊക്കെ പറയുന്നെങ്കിലും മനഃപൂർവ്വമായി പലരെയും ഇറക്കി, ജനപ്രിയരല്ലാത്തവരെ ഇറക്കി പല സീറ്റുകളും നഷ്ടപ്പെടുത്താറുണ്ട്. അത്തരത്തിലുള്ള സീറ്റ് നഷ്ടപ്പെടുത്തലാണ് തൃശ്ശൂരിൽ CN ജയദേവന് പകരം രാജാജി മാത്യു തോമസിനെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയത്. അങ്ങനെ കോൺഗ്രസ് നേടിയെടുത്തു. പിന്നീട് അവിടെ BJP ആണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. CPI ഇപ്പോൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. സിറ്റിംഗ് MLA-മാർക്ക് വലിയ പരിഗണനയൊന്നും നൽകുന്നില്ല. അതിൽ ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ എന്താണെന്ന് കൂടുതലായി വിളിച്ചു പറയുന്നില്ല എന്ന് തന്നെയാണ് ബിജിമോൾ പറയുന്നത്. ബിജിമോൾ വളരെ വൈകാതെ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ച് പീരുമേട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഴൂർ സോമനെതിരെ പീരുമേടിൽ തന്നെ ബിജിമോൾ മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വവുമായി എല്ലാ രീതിയിലും ആശയപരമായി അടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ബിജിമോൾ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിജിമോൾ പറയുന്നത് കോൺഗ്രസിന് തന്നെയാണ് വിജയിക്കാൻ ഏറിയ ശതമാനവും സാധ്യത. പിണറായി വിജയൻ ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ആർക്കും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നില്ല. എല്ലാ കഴിവുകേടുകളും കൃത്യമായി ഇപ്പോൾ പൊതുവിൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ പരിണിത ഫലവും സഖ്യകക്ഷികൾ കൂടി ഘടകകക്ഷികൾ കൂടി അനുഭവിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ നാശം. അത് CPIയെ വല്ലാതെ വലയ്ക്കും. CPI പാഠം പഠിക്കുന്നില്ല. മുതിർന്ന നേതാക്കൾ മറ്റുള്ളവരെ അംഗീകരിക്കാനോ അവരെ ഉൾക്കൊള്ളാനോ ഉള്ള മനസ്സ് പോലും ഇല്ല. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിലാണ് ബിനോയ് വിശ്വത്തിൻ്റെ പെരുമാറ്റം. K. ഇസ്മായിലിനെ പോലുള്ളവർ തിരുത്തൽ ശക്തികളായി നിൽക്കുമ്പോൾ അവരെ പുറന്തള്ളാനാണ് CPIയുടെ ശ്രമം. C. ദിവാകരനെയും മുല്ലക്കര രത്നാകരനെയും പോലുള്ള മുതിർന്ന CPI നേതാക്കളെ അംഗീകരിക്കുന്നില്ല. അവരൊക്കെ പോകുന്നെങ്കിൽ പോട്ടെ, ഇനി CPIക്ക് അവരെ കൊണ്ടൊരു ഗുണവുമില്ലല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈ പാർട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. പാർട്ടി അടിവാരം തോണ്ടുന്ന രീതിയിലേക്ക് അതിൻ്റെ എല്ലാ നാശവും നേരിടാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമായി തന്നെയാണ് ബിജിമോൾ അടക്കമുള്ളവർ പറയുന്നത്.